വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. റീറ്റെയിൽ ബിസിനസ് അല്ലേ, റീറ്റെയിൽ ബിസിനസ് വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെയിൽസ് മൊത്തത്തിലൊരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. ഓരോ ഷോപ്പ് ഓണേഴ്സും റീറ്റെയിൽ ഷോപ്പുകളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഇരിക്കാൻ ഒരു സഹനതയും മനഃശക്തിയൊക്കെ വേണം. ഇങ്ങനെ ഇരിക്കാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് അതൊരു പവറാണ്. ഒരു മനുഷ്യനെ അങ്ങനെ ക്ഷമയോടെ കസ്റ്റമറെ കാത്തിരിക്കാനുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റി ഉള്ളവരാണ്. എല്ലാ റീറ്റെയിലേഴ്സും വലിയ ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യരാണ്. അവർക്ക് ആ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ റീറ്റെയിൽ ഷോപ്പുകളിൽ ഇങ്ങനെ ഇരുന്ന് ബിസിനസ് ചെയ്യാനുള്ള മനഃശക്തിയിലേക്ക് അവർ വളർന്നിരിക്കുന്നവരാണ്. അത്രമാത്രം ക്ഷമയും ജീവിതത്തിലെ അനുഭവവും സമ്പത്തും ഉള്ളവർ തന്നെയാണ് എല്ലാ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നവരും. ഈ റീറ്റെയിൽ ബിസിനസ് ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ എങ്ങനെ ഇത് കൈപിടിച്ച് കുറച്ചുകൂടി ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് അതിൻ്റെ സെയിൽ ഉയർത്താൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇന്ന് നമുക്കിവിടെ സ്റ്റഡി ചെയ്യേണ്ടത് ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഒരു ഷോറൂം, ഒരു 2, 3, 4, 5 നിലയുള്ളൊരു ഷോറൂം. ആ ഷോറൂമിൽ അനവധി സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലേ. ആ റീറ്റെയിലിൻ്റെ മാനേജിങ് ഡയറക്ടർ ചിലപ്പോൾ ഒരു ക്യാബിനിൽ ഇരുന്നിട്ട് ഏതൊക്കെ പർച്ചേസുകൾ വളരെ ലാഭകരമായി നടത്താം, ഏതൊക്കെ കമ്പനികളെ കോണ്ടാക്റ്റ് ചെയ്താൽ കുറച്ചുകൂടി പ്രോഫിറ്റിൽ നമുക്ക് മാർജിൻ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ ലാഭകരമായിട്ട് ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും, ആ സെഗ്മെൻ്റ് ആയിരിക്കും നോക്കുന്നത്. അല്ലെങ്കിൽ സെല്ലിങ് എങ്ങനെ നടക്കുന്നു, ഏതൊക്കെ കസ്റ്റമറെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യണം, ഏതൊക്കെ കസ്റ്റമറെ ഇൻട്രാക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. കാരണം അതിന് മാത്രം സ്റ്റോക്ക് പൊസിഷൻ ഓരോ ഫ്ലോർ ബൈ ഫ്ലോറായിട്ട് നിൽക്കുകയാണ്. ഇവിടെ കച്ചവടം നടക്കുക, ബിസിനസ് നടക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടായാൽ മാത്രമാണ് ആ സ്ഥാപനത്തെ, ആ പ്രസ്ഥാനത്തെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാ മാസവും 1-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുക്കണം, സാലറി കൊടുക്കണം. അവർക്കും ഓരോ കുടുംബങ്ങളുള്ളവരാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഒരു ജോലിക്ക് വരുന്നത്. മാസം അവർക്കുള്ള സാലറി കിട്ടണം, അതുപോലെ അവർക്ക് കൊടുക്കണം, കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡിലേ വരുമ്പോൾ പിന്നെ ആ സ്ഥാപനത്തോട് തന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തന്നെ നമുക്ക് താല്പര്യം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെൻഷൻ ഏറെക്കുറെ ചുമക്കുന്നയാൾ അതിൻ്റെ ഓണർമാർ തന്നെയാണ്, അതിൻ്റെ മാനേജിങ് ഡയറക്ടർ, ആ മാനേജ്മെൻറ്റ് ടീമൊക്കെയാണ്. പിന്നെ കുറച്ച് ഉത്തരവാദിത്തം മാർക്കറ്റിങ്ങിൻ്റെ ആളുകളുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ടീമിനുണ്ടാവാം. അവരാണ് സെയിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള വലിയ ഷോറൂമിലേക്ക്, ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ വലിയ ഷോറൂമിലേക്ക് സെയിൽ കൊണ്ടുവരുന്ന ഒരു വേ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം A to Z സാധനങ്ങൾ അവർ ഡീൽ ചെയ്യുന്നവരായിരിക്കാം. ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ ഐറ്റം മുതൽ, ഇലക്ട്രിക്കലിൻ്റെ മെറ്റൽ ബോക്സ് മുതൽ അതിൻ്റെ സാനിറ്ററി ടൈൽസ്, പ്ലംബിംഗ്, പെയിൻറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ സ്റ്റീല്, എല്ലാ കാര്യം, സിമെൻറ്റ്സ്, എല്ലാ കാര്യം കൈകാര്യം ചെയ്യുന്ന വലിയ ഷോറൂംകാരായിരിക്കും. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ അത്രയും തന്നെ ഉണ്ടാവും. അത് മാത്രമല്ല, എന്തുമാത്രം പ്രോഡക്റ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഓരോ ഷോറൂമുകളിലും കൈകാര്യം ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ എണ്ണവും തന്നെ കൂടുതലായിരിക്കും. വളരെയധികം പ്രോഡക്റ്റുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഓരോ മാനേജറെ ഏൽപ്പിച്ചിട്ട് അവരുടെ കീഴിലായിരിക്കാം. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് GMO അങ്ങനെ ടീമുകളുണ്ടാവാം. അപ്പോൾ എങ്ങനെ സെയില് പുറത്തുനിന്ന് കൊണ്ടുവരാം? ഒരു ഷോറൂം വാക്ക് ചെയ്ത് റോഡിലൂടെ പോകുന്ന ആളുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എൻക്വയറി വരാനുള്ള സാധ്യതകൾക്ക് ഒരു പരിധിയുണ്ട്. ഞാനൊന്ന് ഉറപ്പായിട്ട് പറയാം, റഫറൽ മാർക്കറ്റിങ്ങിലൂടെയും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെയും ഇത്തരത്തിൽ കിട്ടുന്ന ഒരു എൻക്വയറി ആയിരിക്കും കുറച്ചുകൂടി ബെറ്ററായ എൻക്വയറി. സോഷ്യൽ മീഡിയയിൽ വരുന്ന എൻക്വയറി കൺവേർട്ട് ആവാനുള്ള സാധ്യത ഇതിനേക്കാൾ വളരെ കുറവായിരിക്കും. കാരണം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കസ്റ്റമർ നമ്മൾ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നില്ല, അവരെ ടെലിഫോണിക്കൽ മീറ്റ് ചെയ്യും, പിന്നെ വാക്കിൻ വരാൻ പറയും. അങ്ങനെയാണ് വാക്കിൻ വന്നിട്ട് ഷോറൂം വിസിറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അയാളുടെ കമ്പനിയുടെ ആ ഷോറൂമിൻ്റെ ബ്രോഷർ കയ്യിലെടുക്കുന്നു, അത്യാവശ്യം പ്രോഡക്റ്റുകൾ കയ്യിലെടുക്കുന്നു, ബൈക്കോ അല്ലെങ്കിൽ കാറോ സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് സാമ്പിൾ കയ്യിലെടുക്കുന്നു. ആ
കൺസ്ട്രക്ഷൻ ചെയ്യുന്ന അതിൻ്റെ ഓണറെ നേരിട്ട് പോയി ആ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് മാർക്കറ്റാണ്. അങ്ങനെ വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഷോറൂമിലേക്ക് വാക്കിൻ വരണം, ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇത്രമാത്രം പ്രോഡക്റ്റുകളുണ്ട്, ഇത്രമാത്രം ഡിസ്കൗണ്ട് സ്ട്രക്ചറൊക്കെ ഞങ്ങൾ ഓഫർ ചെയ്യാൻ പറ്റും. A to Z ഐറ്റംസ് ഉണ്ട്. ഒരു കുടക്കീഴിൽ എല്ലാ ഐറ്റവും ഉണ്ട്, വേറെ പോകേണ്ടതില്ല. ഇത് ഈ ഓണറെ കൺവീൻസ് ചെയ്യിക്കേണ്ടവരും ഒപ്പം തന്നെ ഈ കോൺട്രാക്ടർ ഇതെടുത്തിന് കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഫുള്ളായിട്ട് എടുക്കുന്ന കോൺട്രാക്ടർ ആരാണ്, അദ്ദേഹത്തെ പോയി വിസിറ്റ് ചെയ്യേണ്ടവരും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ടി വരും. അതിനുശേഷം ഇവർ ചിലപ്പോൾ മാനേജിങ് ഡയറക്ടർ തന്നെ നേരിട്ട് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ സീനിയർ മാനേജറോ മാർക്കറ്റിംഗ് മാനേജറോ ഈ കോൺട്രാക്ടേഴ്സിനെയോ അല്ലെങ്കിൽ എൻ്റെ ഓണറെയോ വീട് വയ്ക്കാൻ പോകുന്ന ഓണറെ നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് ബ്രോഷർ കൊടുത്ത് പ്രോഡക്റ്റ് കാണിച്ച് ഇവരെ വാക്കിൻ ചെയ്യിപ്പിക്കണം, ഷോറൂം വിസിറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഷോറൂം വിസിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ വളരെ വെൽക്കമായിട്ട് ഓരോ സെഗ്മെൻറ്റുകളും ഓരോ ഏരിയകളും കൃത്യമായിട്ട്, ഇലക്ട്രിക്കൽ ഏരിയ ആണ് ഇലക്ട്രിക്കലിൻ്റെ ഓരോ ബ്രാൻഡുകളും കൃത്യമായിട്ട് സ്വിച്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് അവർക്ക് കൊടുക്കണം. പ്ലംബിംഗ് ആണ് പ്ലംബിങ്ങിൻ്റെ ഓരോ ഏരിയകൾ, സാനിറ്ററി ആണ് സാനിറ്ററിയുടെ ഓരോ ഏരിയകൾ, അതുപോലെ പെയിൻറ്റ്സ് ആണ് പെയിൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ടൈൽസിൻ്റെ കളേഴ്സ്, അങ്ങനെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ മാനേജ് ചെയ്ത് ചിലപ്പോൾ രാവിലെ അവർ വാക്കിൻ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും തിരിച്ചു പോകുന്നത്. അത്രമാത്രം സംസാരിക്കാൻ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് ഓരോ എക്സിക്യൂട്ടീവും അവരെ ഇൻട്രാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ എന്ത് തരത്തിലുള്ള വിഷനാണ് ആ കസ്റ്റമറിനുള്ളത് അത് ശരിക്കും അത് കമ്മ്യൂണിക്കേഷനിലൂടെ സംസാരത്തിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളുടെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ സംസാരത്തിലൂടെ അവരുടെ വിഷൻ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഇനി വേറെ ഏതെങ്കിലും കളേഴ്സിനോടാണോ താല്പര്യം, അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നെ ലൈറ്റിംഗ് ഒക്കെ ഒരു വീടിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണല്ലോ, അതിൻ്റെ ഇൻറ്റീരിയലായുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നല്ല ഫണ്ടുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി നടത്തിയിട്ട് ഓരോ സെക്ഷനും കൃത്യമായിട്ട് അവരെ കാണിച്ചു കൊടുത്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അവരുടെ ഫീഡ്ബാക്കുകൾ എടുത്തിട്ട് ഇല്ലാത്ത സ്റ്റോക്കാണെങ്കിൽ അത് എത്തിച്ചു കൊടുത്തിട്ട് നല്ല ചായ അവർക്ക് കൊടുത്ത് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വളരെ സന്തോഷത്തോടെ അവിടെ ഇരുന്ന് സംസാരിച്ച് ആ രീതിയിൽ ഒരു ടോക്കൺ അഡ്വാൻസ് കൂടി വാങ്ങിച്ച് വേണം ആ കസ്റ്റമറെ നിങ്ങളുടെ ഷോറൂമിൽ നിന്നും യാത്രയാക്കാൻ. അത്രമാത്രം സമയം ഇൻവെസ്റ്റ് ചെയ്യണം, അത്രമാത്രം ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. നല്ല പെരുമാറ്റത്തോടെ വളരെ സ്നേഹത്തോടെ ഒരു പെരുമാറ്റം എന്ന് പറയുമ്പോൾ ആദ്യം ഒരാളെ മീറ്റ് ചെയ്യുന്നു, അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ആ കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, പിന്നെ ആ കസ്റ്റമറിന് നിങ്ങളിൽ ഒരു ഇഷ്ടം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം നല്ല സ്വഭാവത്തോടെ പെരുമാറിയാൽ ആ ഒരു റാപ്പോ ആ ഒരു റിലേഷൻ ആ കസ്റ്റമറായിട്ടുള്ള പേഴ്സണൽ ടോക്കിങ്ങിലൊക്കെ ഒരു റിലേഷൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ആ റിലേഷൻ ഡെവലപ്പ് ചെയ്ത് അതൊരു സൗഹൃദത്തിലേക്കും ആ കസ്റ്റമറായിട്ട് നല്ലൊരു കണക്ഷനിലേക്ക് വരണം, നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് വരണം. വേറൊരു കസ്റ്റമർ വേറൊരു ഓഫറായിട്ട് വന്നാൽ, വേറൊരു ഷോറൂംകാരൻ ഒരു ഓഫറായിട്ട് വന്നാൽ, അല്ലെങ്കിൽ വേറൊരു ബിൽഡിംഗ് മെറ്റീരിയൽ വിൽക്കുന്ന ആൾ വേറൊരു ഓഫറായിട്ട് വന്നാൽ അത്രമാത്രം അടുപ്പം നമ്മളോട് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ ആ കസ്റ്റമറായിട്ട് നല്ല ഒരു ബിഹേവിയർ നമ്മൾ കാഴ്ചവെക്കണം. അവർക്ക് എന്തെങ്കിലും ഓഫറുകളൊക്കെ കിട്ടുന്നു ഇവിടെ നിന്ന്, നിങ്ങൾക്ക് കുറച്ച് ഓഫറുകളൊക്കെ കമ്പാരിറ്റീവ്ലി നല്ല ക്വാളിറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. അതിന് ഗ്യാരണ്ടി കൊടുക്കാൻ സാധിച്ചിരിക്കണം. ആഫ്റ്റർ സർവീസ് ബെറ്റർ ആയിരിക്കണം. അതിന് പറ്റുന്ന തരത്തിലുള്ള റഫറൻസ് നിങ്ങൾ കൊടുക്കാൻ സാധിക്കണം. ഇവിടെ ഓൾറെഡി ഇവിടുന്ന് ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്ത 1, 2, 3 വീടുകൾ റഫർ ചെയ്യാൻ പറ്റണം. അത് വിസിറ്റ് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അതിലൂടെയൊക്കെ ആ കസ്റ്റമർ കൺവിൻസ് ആവും, ഇത് കൊള്ളാം എന്ന് തോന്നും. അവർക്ക് സേഫ്റ്റി കൊടുക്കാൻ പറ്റണമേ. ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പ്രൈസും ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ചിന്തിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കണം. അത് നല്ല നെഗോഷ്യബിളായിട്ട് വളരെ കോമ്പറ്റീറ്റീവായ ഒരു പ്രൈസിങ്ങിൽ സപ്ലൈ ചെയ്യാൻ സാധിക്കണം. ഒപ്പം തന്നെ മാർജിനും എനിക്ക് കിട്ടാൻ സാധിക്കണം. ഇത് ഒരു കമ്പനിയുടെയും വെല്ലുവിളിയാണ്. ഒപ്പം തന്നെ ഒരു കസ്റ്റമറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അയാൾ ചിന്തിക്കുന്നത് എനിക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടണം. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, അതിൽ പ്രൈസ് വളരെ കുറവായിരിക്കണം. തേർഡ് വൺ.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു കസ്റ്റമർ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടണം, നല്ല പ്രൈസ് വളരെ താഴ്ന്നിരിക്കണം, ആഫ്റ്റർ സർവീസ് ബെറ്റർ ആയിരിക്കണം. ആഫ്റ്റർ സർവീസ് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. കാരണം ഒരു പ്രോഡക്റ്റ് ഒരു പ്രോബ്ലം വരുമ്പോൾ അത് ആ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഒരു മനസ്സ്, റീപ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു മനസ്സ് ആ ഡീലർക്ക് ഉണ്ടായിരിക്കണം. ആ കമ്പനി അത് കൊടുത്തിരിക്കണം, ആ ഡീലർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ എന്ത് പ്രോബ്ലം വന്നാലും ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഈ റീറ്റെയിലർക്കുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അവർക്ക് റെഫർ ചെയ്യാൻ പറ്റണം. അങ്ങനെ നല്ല സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നല്ല സർവീസ് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു കാരണവശാലും ആ ഷോപ്പിൽ നിന്നും, നിങ്ങളുടെ ഷോറൂമിൽ നിന്നും വിട്ടുപോകാതെ വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ഒരു പർച്ചേസിങ് പവർ കൂടും. ഒപ്പം നിങ്ങൾക്കൊരു ഗുണം കൂടി കിട്ടും. ഒരു 4-5 റെഫറൻസ് അദ്ദേഹം തരും. അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ബിൽഡപ്പ് ചെയ്യും, പുതിയ ബിസിനസ്സുകൾ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഫീൽഡ് വർക്ക് ഒരു വലിയ ഷോറൂമുകളിലൊക്കെ ആണെങ്കിൽ, വലിയ ഷോറൂം വേണമെന്നില്ല, ചെറിയ ഷോറൂമുകൾ ആണെങ്കിൽ പോലും, ഒരു ചെറിയ റീറ്റെയിലർ ആണെങ്കിൽ പോലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏതെങ്കിലും സ്വന്തമായിട്ടാണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന കസ്റ്റമേഴ്സിനെ നേരിട്ട് കാണുകയോ കോൺട്രാക്ടേഴ്സിനെ കാണുകയോ, ഇന്നിപ്പോൾ കോൺട്രാക്ടേഴ്സൊക്കെ മുഖാന്തരമാണ് അധികം ബിസിനസ്സുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ കോൺട്രാക്ടേഴ്സിനെ നേരിട്ട് കണ്ട് ഒരു കൊട്ടേഷനൊക്കെ കൊടുക്കുക. ഒപ്പം തന്നെ അതിൻ്റെ ഓണേഴ്സിനെ, വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഓണേഴ്സിനെ നേരിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ ആ തരത്തിലുള്ള റിലേഷനൊക്കെ ബിൽഡപ്പ് ചെയ്ത്, ഏതെങ്കിലും തരത്തിലുള്ള റിലേഷനൊക്കെ അതിനകത്ത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ആ തരത്തിലുള്ള റിലേഷൻ ബിൽഡപ്പ് ചെയ്ത് ഐറ്റം ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ്, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ്, പേയ്മെൻറ്റ് ടേംസുകളൊക്കെ വളരെ ആക്യുറേറ്റായിട്ട് പറഞ്ഞ് ആ രീതിയിൽ റീറ്റെയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു റീറ്റെയിലേഴ്സിൻ്റെ ബിസിനസ് കൂടാൻ ആ തരത്തിൽ അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്.